PSG ആയിരിക്കും അടുത്ത ഫുട്ബോളിന്റെ ഐക്കൺ. മാത്രമല്ല, ഇതെങ്ങാനും നടന്നു കഴിഞ്ഞാൽ അവരുടെ റെക്കോർഡ് തീർക്കാൻ ഈ അടുത്തൊന്നും ആർക്കും സാധിക്കില്ല. ഞെട്ടിയാ വാ നോക്കാം. നമ്മൾ കണ്ടതാണ് ലൂയിസ് എൻറിക്കയുടെ കീഴിൽ ആ ടീം എത്രത്തോളം മെച്ചപ്പെട്ടു എന്നുള്ളത്. അവരുടെ കരിയറിന്റെ ഒരു പീക്ക് ലെവലിലാണ് അവരിപ്പോ നിൽക്കുന്നത്. ഇനി എങ്ങാനും അവര് ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിൽ ചെൽസിയോട് അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കളിക്കാനുള്ളത് സൂപ്പർ കോപ്പയാണ്. സൂപ്പർ കോപ്പയിൽ നമുക്കറിയാം അവരുടെ എതിരാളി എന്ന് വെച്ചാൽ ടോട്ടൻഹാമാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ടോട്ടൻഹാമിനെ അടിക്കാൻ അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല. സോ അതുകൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതായത് അവർക്ക് ഡൊമസ്റ്റിക് ട്രബിളായി, ചാമ്പ്യൻസ് ലീഗായി, സൂപ്പർ കപ്പായി, ക്ലബ് വേൾഡ് കപ്പ് പോയി. ഒറ്റ സീസണിൽ ടോട്ടല് 6 മേജർ ട്രോഫീസ് ആയി. ദാറ്റ് മീൻസ് വളരെ റയറസ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ അവസ്ഥയിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? എല്ലാ മീഡിയാസിന്റെയും കവർ ഫോട്ടോയായിട്ട് PSG ആയിരിക്കും. മാത്രമല്ല, അവരുടെ ഫെയിം കൂടും, ഗ്ലോബലി ചർച്ച ചെയ്യപ്പെടും, ഇഷ്ടം പോലെ പൈസ ലാഭം. അതുപോലെ തന്നെ ഡെംബലേക്ക് സ്വന്തം നാട്ടിൽ വെച്ച് ഒരു ബാലൻ ഡോർ, എൻറിക്കയ്ക്ക് ബെസ്റ്റ് മാനേജർ അവാർഡ്, അങ്ങനെ അനവധി റെക്കോർഡിൽ അവർ തൂക്കും. ചുരുക്കി പറഞ്ഞാൽ ഫുട്ബോൾ ലോകം മൊത്തം ഇവർ അടക്കി ഭരിക്കുന്ന അർത്ഥം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊക്കെ സംഭവിക്കുമോ? മാത്രമല്ല, 1.5 പതിറ്റാണ്ടിന് മുമ്പ് ഈ അച്ചീവ്മെന്റ് നേടിയ ഒരു ടീമുണ്ട്. ആ ടീമിനെ പറ്റി അറിയാവുന്നവർ താഴെ കമന്റിൽ അറിയിക്കുക.